നമ്മൾ ഈ ഉപ്പൊക്കെ വിതറുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളവർക്കും അതൊക്കെ എന്തോ ഈ വേറെ മന്ത്രതന്ത്രങ്ങളും കൂടുതലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യണമല്ലേ നിങ്ങൾക്ക്. അതായത് അത് അവരുടെ വിഷയം വേറെ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. ബൈബിൾ ഉടമ്പടിയുമായിട്ട് ഉപ്പ് എങ്ങനെയാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ ഉടമ്പടിയിൽ കിട്ടുന്ന ഒരു സംഭവമാണ് ഉപ്പ്, വെഞ്ചരിച്ച ഉപ്പ്. അതിൻ്റെ പ്രയോഗമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് പ്രാധാന്യം? ഉടമ്പടിയുടെ അടയാളമാണ് ബൈബിളിൽ ഉപ്പെന്ന് പറയണത്. ഉടമ്പടി ഇല്ലാത്ത ഒരു നേർച്ച വസ്തു ഞങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടില്ല. തേനൊന്നും ഉടമ്പടിയിലില്ല, അത് നിങ്ങൾ ഉടമ്പടി ഭാഗമായൊക്കെ നിങ്ങൾക്ക് തരണില്ല. പക്ഷേ ഉപ്പ് ഉടമ്പടിയുടെ ഭാഗമാണ്. അത് ഉടമ്പടി ചെയ്തതിൻ്റെ അടയാളമാണ് ഉപ്പ്. അത് നീക്കിക്കളയരുതെന്നാണ് ബൈബിൾ പറയണത്. ഒരു വസ്തു ഉടമ്പടിയുടെ ഭാഗമാണെങ്കിൽ അതിൻ്റെ ഉപ്പ് തളിക്കപ്പെടണം. അതുകൊണ്ടാണ് ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുതെന്ന് ബൈബിൾ കർശനമായിട്ട് പറയണത്. ഇപ്പം ലെവയ പുസ്തകമില്ലേ, ലെവയ 2:13 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ലേവ്യർ 2:13 ധാന്യബലിയിൽ നിന്ന് നിന്റെ ദൈവത്തിന്റെ ഉടമ്പടിയുടെ ഉപ്പ് നീക്കിക്കളയരുത്. എല്ലാ ധാന്യബലിയോടും കൂടെ ഉപ്പ് സമർപ്പിക്കണം. പ്രൈസ് ലോർഡ്. അപ്പോൾ ദൈവത്തിന് അർപ്പിക്കുന്ന ഉടമ്പടിയിൽ അത് ദൈവത്തിൻ്റെതാണെന്ന് മുദ്ര ചാർത്തുന്ന അടയാളപ്പെടുത്തുന്ന ഉപ്പാണ്. അപ്പം നമ്മൾ ആ ഉപ്പ് തന്നെയാണ് പ്രയോഗിക്കുന്നത്. അത് വിശ്വാസ പ്രമാണം ശരിയാണ് പ്രയോഗിക്കുന്നത്. കാര്യം എന്താണ്? എൻ്റെ ഉടമ്പടി പ്രകാരം എൻ്റെ മെരിട്ട് തീർന്നിരിക്കുകയാണ്. ഇനി നിൻ്റെ ഗ്രേസേ ഉള്ളൂ. എനിക്ക് നീയാണ് എൻ്റെ അവസാനത്തെ ആശ്രയം. അതുകൊണ്ട് ആ ഉടമ്പടിയെ അനുസ്മരിച്ചുകൊണ്ടാണ്, വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അതാണ് വിശ്വാസ പ്രയോഗമെന്ന് പറയുന്നത്. വിശ്വാസം നമുക്ക് കൈമാറുന്നത് വിശ്വാസ പ്രകാശനമുണ്ട്, വിശ്വാസ പ്രഖ്യാപനമുണ്ട്, വിശ്വാസ പ്രയോഗമുണ്ട്. ആ ഉടമ്പടിയുടെ ഉപ്പ് അത് ദൈവത്തിൻ്റെ രീതി അനുസരിച്ച് ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾക്കാണ് ഈ 90 ദിവസം. അത് ഒബേദ് ഹെരോദിൻ്റെ വീട്ടിൽ ഉടമ്പടി ഇരുന്ന ദിവസവും അയാൾക്ക് അനുഗ്രഹം ലഭിച്ച 90 ദിവസമാണ്. പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി അങ്ങനെ ഒരു 90 ദിവസം അങ്ങോട്ട് ഇല്ല. ശാശ്വതമാണ്. നീ ഇപ്പോൾ ഉടമ്പടി ഉഴപ്പിയാലും ശരി, ഉടമ്പടി വീണ് പോയാലും ശരി, നിൻ്റെ ഉടമ്പടി ദൈവത്തിൻ്റെ കയ്യിലുണ്ടാകും. അത് കാര്യം ദൈവത്തിന് മരണമില്ലല്ലോ. ഒരു ഇൻറ്റേറിയം പീരീഡിലായിട്ടല്ല ദൈവം ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി നിത്യമാണ്. അതുകൊണ്ട് നീ വിശ്വസ്തത കുറവ് കാണിച്ചാലും ദൈവം വിശ്വസ്തനായിരിക്കും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഒരു ശാശ്വതമായ ബന്ധമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 13:15. 2 ദിനവൃത്താന്തം 13:5. ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 13:5. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ലവണ ഉടമ്പടിയാൽ ദാവീദിനും പുത്രന്മാർക്കും ഇസ്രായേലിന്റെ രാജ്യത്വം ശാശ്വതമായി നൽകിയിരിക്കുന്നത് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ലവണ ഉടമ്പടിയുടെ പ്രത്യേകത, ഉടമ്പടിയുടെ അടയാളമാണ് ഉപ്പ്. ആ ഉപ്പിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? ശാശ്വതമായ ബന്ധമാണെന്നാണ്. ശാശ്വതമായ ബന്ധം. അത് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ ഉടമ്പടി വീണ് പോയാൽ പിന്നെ ചില പറയും ഞാൻ ഉടമ്പടി ചെയ്യത്തില്ല. എന്താ കാര്യം? അത് വീണ് പോകും. വീട്ടെ മക്കളെ, കർത്താവിൻ്റെ കയ്യിൽ നിങ്ങളുടെ ഉടമ്പടി ഭദ്രമായിരിക്കും. കാര്യം എന്താണ്? ദൈവത്തിന് ഉടമ്പടി ശാശ്വതമാണ്. പിന്നെ നിങ്ങളുടെ ടൈം കഴിയുമ്പോൾ തിരിച്ചു വന്നാലും കർത്താവ് ആ വിഷയം ടേക്കപ്പ് ചെയ്യും. കാര്യം എന്താ പറയുക? ഇതറിയണമെങ്കിൽ നിങ്ങൾ കാര്യം ഈ ദിവസം നടന്നൊരു ഷോണിൻ്റെ സാക്ഷ്യം നോക്കിയാൽ മതി. വൈക്കത്തുനിന്ന് ഷോൺ എന്ന് പറഞ്ഞൊരു മകൾ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവരൊരു കമ്പനി ഡയറക്ടറാണ്. അവരുടെ ഭർത്താവ് പണ്ട് അവർ പറയുന്നുണ്ട് സാക്ഷ്യത്തെ, പണ്ട് കൃപാസനത്തിനെതിരെ പ്രവർത്തിച്ചിരുന്ന, നമുക്കെതിരെ വരുന്ന ട്രോളൊക്കെ ഫേസ്ബുക്കിൽ ഒക്കെ ഷെയർ ചെയ്തിരുന്ന ആളാണ്. ഇത് കള്ളത്തരമാണെന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരാളാണ്.
അപ്പോൾ അതുകൊണ്ട് ഇതിനെ ആക്രമിച്ചിരുന്ന ഒരാളാണ്. അയാൾക്ക് വിശ്വാസം കുറവാണ്. പിന്നെ മദ്യപാന പ്രവണതകളും ആസക്തികളും കൊണ്ട് പല വിഷയം. ഇപ്പോൾ കമ്പനിക്ക് ഇവർക്ക് 40-20 ലക്ഷം കടവുമായി. ഇവർക്കാരും ലോണ് കൊടുക്കണില്ല. കാര്യം ഇവർ കമ്പനിയുടെ ഡയറക്ടറായത് കാരണം ഒരു ലോണ് കിട്ടണില്ല. അപ്പം അങ്ങനെ ബാങ്ക് ലോൺ അനുവദിക്കണില്ല, കടവുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇവർ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഭർത്താവും ഭാര്യയും കൂടിയാണ് വന്ന് ഉടമ്പടി എടുക്കാൻ വരണത്. അപ്പോൾ വന്ന് ഇവിടെ മുട്ടുകുത്തുമ്പോൾ ഒരു കൊച്ച് ഇവിടെ മുട്ടുകുത്തണുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷോൺ ഭർത്താവിനോട് പറയും, ഈ കൊച്ച് നേരത്തെ കേടാ, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലേ, എന്തിനാണ് മുട്ടുകുത്തണത്? അപ്പോൾ ചില ആൾക്കാർക്ക് മുട്ടുകുത്താൻ പാടല്ലേ. അപ്പം അതുകൊണ്ട് ചിലർ മുട്ടുകുത്തിയാലേ പ്രാർത്ഥന ഉള്ളോ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളാണ്. ഈ മുട്ടുകുത്തണത് എഴുന്നേൽക്കുന്നവർക്ക് എന്താ കഥയിരിക്കണത്, ഈ എവിടെയെങ്കിലും ഇരുന്ന് മനുഷ്യരെല്ലാം പ്രാർത്ഥിക്കണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു ബുദ്ധിപരമായിട്ടുള്ള. അതുകൊണ്ട് ഭാര്യയോട് ഭർത്താവ് പറയും, ഈ കൊച്ചിന് എന്നാത്തിൻ്റെ കേടാ, അവിടെ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലേ. അത് കൊച്ചിവിടെ ഇരിക്കണം, അവരവിടുന്ന് പതുക്കെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇവരെഴുന്നേറ്റ് പോകുമ്പോൾ ഈ കൊച്ചു പുറകെ പോകും. കൊച്ചു ചെന്നിട്ട് പറഞ്ഞു, ചേച്ചി എന്തിനാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നത്? അപ്പോൾ എൻ്റെ കമ്പനിയിലെ കടമാണെന്ന് പറയും. അപ്പോൾ പറയും, ചേച്ചി ഇന്ന് മുതൽ ചേച്ചി അമ്മയുടെ അടയാളം കണ്ടു തുടങ്ങുമെന്ന് പറയും. ഒരു കാര്യമാണ് പോക്കുണ്ടില്ലേ, ഇന്ന് മുതൽ ഇവർ ഇത്രയും അകലമുണ്ട്. പതുക്കെ പറഞ്ഞ കാര്യം ഇവൻ കേട്ടിട്ടില്ല. പക്ഷേ ഇവനെ മാതാവ് പറഞ്ഞ് വിടുകയാണ് ഇന്ന് മുതൽ. കാര്യം അവർക്ക് വിശ്വാസം കുറവല്ലേ. അപ്പോൾ ഇന്ന് മുതൽ ചേച്ചി അടയാളം കണ്ടു തുടങ്ങുമെന്ന് പറയും. പിന്നെ അടയാളങ്ങൾ ഇങ്ങനെ വരണത് കാണാം. ഇപ്പോൾ ഈ ജീവിത പങ്കാളികൾ എന്താ ചെയ്യണത്, എല്ലാ ആഴ്ചയിലും കൃപാസദ്യ വരും എല്ലാ ദിവസവും. പക്ഷേ പെട്ടെന്ന് ഇവരുടെ കടങ്ങളെല്ലാം ബാങ്കിൽ നിന്ന് വിളിച്ചു, ഇവർക്ക് പേഴ്സണൽ ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം പേഴ്സണൽ ലോൺ അനുവദിച്ചതോടുകൂടി ഇവിടെ കടങ്ങളെല്ലാം അവസാനിച്ചു പെട്ടെന്നായി. അപ്പോൾ അടയാളം അവർ ആ കൊച്ചു പറഞ്ഞ് ശരിയാണ്, ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അമ്മ അടയാളം കാണിച്ചുകൊണ്ടിരിക്കും. ഭർത്താവിനും അടയാളം കിട്ടി, അയാളുടെ മദ്യപാനമൊക്കെ അയാൾ അവസാനിപ്പിച്ചു. പെട്ടെന്നാണ് അയാൾക്ക് വിശ്വാസം കിട്ടി, അടയാളം കിട്ടി, മദ്യപാനം അവസാനിപ്പിച്ചു, ഇവരുടെ തന്നെ കടങ്ങളെ പരിഹരിച്ചു. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് എല്ലാ ആഴ്ചയിലും വരാൻ തുടങ്ങി. പക്ഷേ ഷോണിൻ്റെ ജീവിതത്തിൽ എന്നെ സ്പർശിച്ച അതല്ല സംഭവം. ഷോൺ ഒരിക്കൽ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർ രാവിലെ വന്നിട്ട് വൈകുന്നേരം പോണ പ്രാർത്ഥിയാണ്. അപ്പം അങ്ങനെ ഒത്തിരി പേരുണ്ട്, രാവിലെ മാതാവിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് വൈകുന്നേരം പ്രാർത്ഥിച്ചിട്ട് പോകും. പക്ഷേ ഒരു ദിവസം ഇവർ കഴിഞ്ഞ ഒരു മാസമാണെന്ന് പറഞ്ഞു, ഒരു ദിവസം ഇവർ പെട്ടെന്ന് ഷോൺ എഴുന്നേറ്റിട്ട് ഭർത്താവിനോട് പറഞ്ഞ് നമുക്ക് ഉടനെ മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വൈക്കത്തുകാരാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞ്, എന്നാ മെഡിക്കൽ കോളേജ് വണ്ടാനത്ത് എന്തുമാത്രം ദൂരം ഉണ്ടെന്ന് നിനക്കറിയാമോ? 10-20 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷെ അവർ വൈക്കത്തുനിന്ന് ആയത് കാരണം അങ്ങോട്ടല്ല പിന്നെ പോകണം, പിന്നെ തിരിച്ചു വരണ്ടേ. അപ്പോൾ അത് പറ്റത്തില്ല, നമുക്ക് പോകണമെന്ന് പറയും. പിന്നെ ഇവർ രണ്ടുപേരും ഇങ്ങനെ കാറുള്ളവരാണ്. കാറിൽ കയറി അവർ എന്തിന് ഇവർക്ക് പത്രം കൊടുക്കണം. അതാണ് മാതാവ് ഇവിടെ ഇരുന്നപ്പോൾ പത്രം കൊടുക്കാനും കാണിച്ചു. അപ്പം അങ്ങനെ പത്രം കൊടുക്കാൻ വേണ്ടി വണ്ടാനത്ത് മെഡിക്കൽ കോളേജിൽ പോവുകയാണ്. അവിടെ മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ ഒരു ചേടത്തി അവിടെ ഇരിപ്പുണ്ട് വാതിക്ക്. കുറേ ആൾക്കാരൊക്കെ ഇവർക്ക് പത്രം കൊടുത്ത് ചേടത്തിയെടുത്ത് വരും. ചേടത്തിയിട്ട് വരുമ്പോൾ പത്രം കൊടുക്കും ചേടത്തിക്ക്. പത്രം കൊടുക്കുമ്പോൾ ഷോണി പത്രം കൊടുക്കുമ്പോൾ ചേടത്തിക്ക് വിറയും. ചേടത്തി പറയും, ഈ പത്രം ഞാൻ കുറേ വായിച്ചതാണ്, ഇതാണ് ഇപ്പോൾ എല്ലാവരും കൊണ്ടും തന്നതെന്ന് പറയും. അപ്പോൾ ഷോൺ ഉടമ്പടിയെക്കുറിച്ച് പറയും. അപ്പോൾ ആ ചേടത്തി പറയും, ഞാൻ അവിടെ ഉടമ്പടി എടുത്തതാണ് 1 കൊല്ലത്ത് മുമ്പ്, എനിക്ക് പുതുക്കാനൊന്നും ഒത്തില്ല എന്ന് പറയും. എൻ്റെ ഭർത്താവ് ആശുപത്രിയിലാണ്. അപ്പോൾ ഷോൺ ചോദിക്കും, എന്താ ഇവിടെ വന്നത്? ഭർത്താവ് ആശുപത്രിയിലാണെന്ന് പറയും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർ 1 കൊല്ലം 2 കൊല്ലം മുമ്പ് ഉടമ്പടി എടുത്ത പാർട്ടിയാണെങ്കിലും ഉടമ്പടി പുതുക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും അവിടെ ക്ലേശങ്ങൾക്ക് അറുതിയൊന്നും ഇല്ലെങ്കിലും ഇവരെന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഷോൺ നോക്കുമ്പോൾ ഈ പഴയ ആ 2 കൊല്ലം നമ്മളെ ഉടമ്പടി കാശിന് ഇവർ തിരുമ്മി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ച നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവർ വിശ്വാസ പ്രമാണം ചൊല്ലി എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഭർത്താവിന് മരുന്ന് മേടിക്കാൻ 3 പ്രാവശ്യം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കടം കൊടുത്തതാണ്. ഇനി കൊടുക്കത്തില്ല, ഇനി അയാളവിടെ കിടക്കാണ്ട് മാസങ്ങളായി, ഇനി കടം കൊടുക്കത്തില്ല, ഇനി കിട്ടണമെങ്കിൽ ഓണർ പറയണമെന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഷോണിൻ്റെ അടുത്ത് ഇവർ ചോദിക്കുമ്പോഴാണ് ഈ വിഷയം അറിയണത്. പിന്നെ ഷോൺ പോയി
ഇവരെയും കൂട്ടിക്കൊണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ആവശ്യമായ എല്ലാ മരുന്നും വാങ്ങിച്ചു കൊടുക്കും, സാമ്പത്തികമായിട്ട് സഹായിക്കുകയും ചെയ്യും. പക്ഷെ അതല്ല, 2 കൊല്ലത്തിന് മുമ്പ് മുടങ്ങിപ്പോയൊരു ഉടമ്പടിയാണ്. പക്ഷേ ദൈവം അവർ ഉടമ്പടിനെ പുതുക്കിയിട്ടില്ല. പക്ഷേ ആ ഉടമ്പടി കാശിലും വെച്ചുകൊണ്ട് അവർക്ക് അത്യാഹിതം വന്നപ്പോൾ അത് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് അത് തിരുമി അവർ വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തിരുമലാണ് മാതാവ് ഇവരെ പൊക്കി വിടാൻ കാര്യം. ദാറ്റ് മീൻസ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിനക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒരു ലെവലേശം ഓർമ്മയുണ്ടെങ്കിൽ ദൈവത്തിന് 100% നിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഉടമ്പടി വീണ് പോയവർ ആരും പേടിക്കരുത്. നേരെ തിരിച്ചു വരിക, നിങ്ങൾക്ക് പറ്റണ പോലെ ഉടമ്പടി പാച്ചപ്പ് ചെയ്യുക. ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് 2 തിമോത്തി 2:13 വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 തിമോത്തി 2:13 പറഞ്ഞേ. 2 തിമോത്തി 2:13 നാം അവിശ്വസ്തരായിരുന്നാലും കേൾക്കട്ടെ, പറഞ്ഞേ. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഉടമ്പടി നിങ്ങൾക്കറിയാവോ? ഒന്നുകൂടി പറഞ്ഞ ആ വചനം ഒന്നുകൂടി വായിച്ചേ. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. നമ്മൾ അവിശ്വസ്തരായിരുന്നു. 2 തിമോത്തി 2:13 എന്താ പറഞ്ഞത്? നമ്മൾ ഉടമ്പടിക്ക് അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. കാരണം എന്താണ്? തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. എന്നിട്ട് ഉടമ്പടിയെ നിഷേധിക്കുക അവന് സാധ്യമല്ല. അപ്പോൾ നീ ഉടമ്പടിയെ നിഷേധിക്കാനോ അത് പൂർത്തിയാക്കാൻ നിനക്ക് പറ്റില്ലെങ്കിലും നിൻ്റെ ഉടമ്പടിയെ ദൈവം നിഷേധിച്ചിട്ടില്ല. ഇപ്പോഴും കൈയടിച്ച് കർത്താവിനെ ഉടമ്പടിയിലൂടെ ഞങ്ങളോട് ശാശ്വതമായ സ്നേഹം കാട്ടുന്ന അവിടുത്തെ സ്നേഹത്തെ നന്ദി പറയുന്നു. ഈശോയെ, ഉടമ്പടി നിബന്ധനകള് കൂടുതൽ വിശ്വസ്തയോടെ പാലിക്കുവാൻ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടിയുടെ ഉപ്പിനെ കുറിച്ചും ദൈവത്തെ അവകാശമായി കിട്ടുന്നതിനെക്കുറിച്ചും പറയുന്നത് സംഖ്യ 18:19. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സംഖ്യ 18:19. സംഖ്യ 18:19. ഇസ്രായേൽ ജനം കർത്താവിന് നീരാജനമായി സമർപ്പിക്കുന്ന വിശുദ്ധ കാഴ്ചകളെല്ലാം നിനക്കും പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വത അവകാശമായി ഞാൻ നൽകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നിനക്കും സന്തതികൾക്കും ഇത് എന്നേക്കും നിലനിൽക്കുന്ന അലംഘനീയമായ ഉടമ്പടിയായിരിക്കും. അപ്പോൾ നിരാഞ്ജനമായി സമീപിക്കുക എന്ന് വെച്ചാൽ കവനൻ്റ് ഓഫ് സാൾട്ട് എന്ന ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഉപ്പ് തളിച്ചത് ദൈവത്തിൻ്റെതാണ്. അതാണ് ഉടമ്പടി ഉപ്പിൻ്റെ പ്രത്യേകത. ഉപ്പ് തളിച്ചത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. ദൈവത്തിന് അവകാശപ്പെട്ടത് അഹറോന് അവകാശപ്പെട്ടതാണ്. അതാണ് 18:20 പറയുന്നത്. സംഖ്യ 18:20. ശ്രദ്ധിക്കട്ടെ. 18:20 കർത്താവ് അഹറോനോട് അരുളി ചെയ്തു. ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. അവരെ പോലെ നിനക്ക് ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. എൻ്റെ മക്കളെ ഒന്ന് നോക്കിയേ, ഉപ്പ് പോണ പോക്കുണ്ടല്ലേ? അതായത് ഉപ്പ് പ്രയോഗിക്കുന്നവർ, നമ്മൾ വിശ്വാസ പ്രയോഗമാണ് നമ്മുടെ വിഷയം.
ഉപ്പ് പ്രയോഗിക്കുന്നവരെന്താ പറയണത്? കർത്താവാണ് എൻ്റെ അവകാശം, കർത്താവാണ് എൻ്റെ ഓഹരി. ദാറ്റ് മീൻസ് അത് തന്നെയാണ് നമ്മൾ പറയണത്. അത് തന്നെ, ദ ലോർഡ് ഗോഡ് ഈസ് മൈ പോർഷൻ ആൻഡ് കപ്പ്. നമ്മൾ സങ്കീർത്തനം വായിക്കത്തില്ലേ? സങ്കീർത്തനം 16:5 വായിച്ച ശ്രദ്ധിക്കട്ടെ. സങ്കീർത്തനം 16:5 കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. ഒന്ന് പറഞ്ഞേ, കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അപ്പോൾ എൻ്റെ ഓഹരി കർത്താവാണ്. എനിക്ക് വേറെ ഓഹരിയൊന്നുമില്ല, എനിക്ക് വേറെ മെരിട്ടൊന്നുമില്ലെന്നാണ് പറയണത്. എനിക്ക് വേറെ മെരിട്ടൊന്നുമില്ല. ആ ബെന്നി ജോസഫ് ഉപ്പ് വിതറുമ്പോൾ പറയണതാണ്, എൻ്റെ ഓഹരി കർത്താവാണ്. കർത്താവിന് ഇടപെട്ടാൽ മാത്രമേ ഇതിനൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. ജെയ്സൺ വർക്ക് ചെയ്യുമ്പോഴും ജെയ്സനും പറഞ്ഞത് എന്താണ്? ജെയ്സൺ തോമസും പറയുന്നതിൻ്റെ എന്താ പറയണത്? എനിക്ക് ഈ കമ്പനിയിൽ 1 കോടി രൂപ ശമ്പളമുള്ള ആൾക്കാർ നിൽക്കുന്നുള്ള കാലം കമ്പനി രക്ഷപ്പെടത്തില്ല. എനിക്കാണെങ്കിൽ ശമ്പളം കിട്ടിയിട്ടുമില്ല. എനിക്ക് നീ മാത്രമേ ഉള്ളൂ. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിലാണ് ഈ സംഭവം. ഉപ്പ് പറയണ ഉപ്പൊരു പ്രതീകമാണ്. എഫെസ്യസ് 2:8 പ്രതീകമാണ്. എന്താണ്? എൻ്റെ ഓഹരി കർത്താവാണ്. അതാണ് സംഖ്യ 18:20 പറയണത്. ഇസ്രായേലിൽ നിനക്ക് വേറെ ഓഹരിയില്ല. മാനുഷികമായിട്ടോ ബുദ്ധിയോ ശക്തിയോ മറ്റു മാർഗങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാനാണ് നിൻ്റെ ഓഹരി. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് തമ്മിൽ ലിങ്ക്ഡാണ്. സംഖ്യ 18:20 എഫെസ്യസ് 2:8 തമ്മിൽ വിശ്വാസ പ്രയോഗത്തിൽ ഒരേ അനുഭവമാണ്. വൺ ആൻഡ് സെയിം എക്സ്പീരിയൻസ് ഓഫ് ഗാഡ് ത്രൂ ദ മീഡിയം ഓഫ് ദി സാൾട്ടിങ്. സാൾട്ടിങ് എന്ന് പറയുന്നത് ഒരു വിശ്വാസ പ്രയോഗമാണ്. പക്ഷെ പ്രയോഗിക്കുന്നവരെ സത്യസന്ധമായിട്ട് പ്രയോഗിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായത് അധീന സെലിൻ, USA ഡോക്ടറാണ്. അധീന സെലിൻ USA ഡോക്ടറാണ്. അപ്പോൾ സെലിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സാക്ഷ്യത്തിൻ്റെ റാങ്കിങ് കണ്ടില്ലേ? സെലിനെ സംബന്ധിച്ചിടത്തോളം നല്ല ട്രബിളിനാണ്. കാര്യം ഇവൾ ദന്തിസ്റ്റാണ്. അപ്പോൾ ഈ ദന്തിസ്റ്റ് ആകുമ്പോൾ ഇവർ ദന്തിസ്റ്റായിട്ട് ഇവിടുത്തെ പഠനങ്ങളെല്ലാം പൂർത്തിയായിട്ട് അമേരിക്കയിൽ ദന്തിസ്റ്റ് ജോലിക്ക് വേണ്ടി ഇവർ ഭർത്താവിൻ്റെ കൂടെ അമേരിക്കയിൽ പോയി. പക്ഷേ ആൾക്കാർ പറഞ്ഞത് മണ്ടത്തരമാണ്. ദന്തിസ്ട്രി ആരും എടുക്കാത്ത ഒരു സിലബസാണ്. വല്ല നേഴ്സാ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടും, കഞ്ഞി വെച്ച് പോകാം. ദന്തിസ്ട്രിയും കൊണ്ടിരുന്നത് എന്ത് കാണിക്കാനാണ്? അമേരിക്ക ഒത്തിരി ഡെവലപ്ഡ് കൺട്രിയാണ്, അവിടെ പറ്റത്തില്ലെന്ന് പറയും. അത് സെലിൻ അധീന നോക്കുമ്പോൾ ശരിയാണ്. അമേരിക്ക കൊണ്ടുപോയി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവർ സൈറ്റിൽ നോക്കിയപ്പോൾ എന്താ പറയണത്? ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന അവർ വളരെ ആഘോഷമായിട്ട് വിളിക്കുന്നതാണ്. എന്ന് വെച്ചാൽ വരത്തന്മാരെന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അവർ അമേരിക്കൻസിൻ്റെ ഒക്കെ രീതി അതാണ്. നമ്മളെ വരത്തതെന്ന് അവർ നേരിട്ട് വിളിക്കത്തില്ല. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പിന്നെ 250 സീറ്റേ ഉള്ളൂ, ബാക്കി എല്ലാ സീറ്റും അവർക്കാണ്. 250 സീറ്റാണ് ഉള്ളത്. അതിൽ നിന്ന് ഇവൾക്ക് ദന്തിസ്ട്രിയിൽ സീറ്റ് വേണം. അതിന് പക്ഷേ ഇവർക്ക് ബേസിക്സാണ് ഉള്ളത്. അതിനൊക്കെ ബേസിക്സേ ഉള്ളൂ ദന്തിസ്ട്രിയുടെ. നമ്മുടെ പഠനങ്ങളാണ് ഉള്ളത്. അവിടെ ഇതിന് 250 സീറ്റിന് ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമുള്ള, അതുപോലെ തന്നെ മറ്റ് ഫിലിപ്പൈൻസ് എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള 130 പേര് വരെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം ആപ്ലിക്കേഷൻ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം സ്പെഷ്യലിസ്റ്റുകളാണ്. അതാത് രാജ്യങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡിഗ്രി MD ഡിഗ്രി ഉള്ളവരാണ് വന്ന് ഇവർ ബേസിക്സാണ്. അവർ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ ഒരു പ്രത്യേക പരീക്ഷ ഉണ്ട്. ഇത് എൻട്രൻസ് കിട്ടാണ്. ആ പരീക്ഷയ്ക്ക് പങ്കെടുക്കുമ്പോൾ അവർ കൺഫ്രണ്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം MD ആൻഡ് മാസ്റ്റർ ഡിഗ്രി ഉള്ളവർ സ്പെഷ്യലിസ്റ്റും ഗ്രാജുവേറ്റ്സുകളൊക്കെയാണ്. ഇവർക്ക് ബേസിക്സേ ഉള്ളൂ. പക്ഷേ ഇവരുടെ ബേസിക്സ് എന്താ? ഇവരെന്താ ചെയ്യണത്? ഇവർ പറയണത് എനിക്ക് ആപ്പടെ ആസ്തി ഉടമ്പടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സംഖ്യ 18:20 ഇസ്രയേലിൽ നിനക്ക് വേറെ അവകാശമില്ല, ലോകത്തിൻ്റെ ഡിഗ്രി ഒന്നുമില്ല നിനക്ക്. അതിന് ഇവർക്ക് കയറി പറ്റാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു മെറിറ്റ് ഇവർക്കില്ല. അതാണ് ഈ മെറിറ്റെന്ന് പറയണത്. മെറിറ്റില്ല ഇവർക്ക്. ഇവരെന്ത് ചെയ്യും? ഇവർ ഇൻ്റർവ്യൂ ബോർഡിനെ വാങ്ങിക്കൊണ്ട് ഉപ്പ് വിതറും. ആ സാക്ഷി നിങ്ങൾ കേൾക്കാം. ഓരോരുത്തർ ഈ കാലത്ത്
ഡോക്ടർമാരായാലും ആരായാലും അവർക്ക് സത്യം അറിയുന്നവർ എങ്ങനത്തെ പ്രയോഗിക്കണം എന്നറിയാം. എന്താ അവർ പറയുന്നത് എന്താണ്? കർത്താവേ, എനിക്ക് എൻ്റെ മുമ്പിലുള്ള ഞാൻ കൺഫ്രണ്ട് ചെയ്യണത് ആരോടാണ് ഞാൻ ചെയ്യേണ്ടത്? ഇവിടെ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർ സ്പെഷ്യലിസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. അവിടെ മുമ്പിൽ ഞാൻ ബേസിക്സ് ഉള്ള ഞാൻ എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് എൻ്റെ അവകാശം നീയാണ്, എൻ്റെ ഡിഗ്രി അല്ല എൻ്റെ അവകാശം. ദ ലോർഡ് ഗോഡ് ഈസ് മൈ പോർഷൻ ആൻഡ് കപ്പ് എന്ന് പറയണത് എന്താണ്? അത് ചങ്കി പറയണതാണ്. എൻ്റെ കർത്താവാണ് എൻ്റെ അവകാശം, എനിക്ക് വേറെ അവകാശമില്ല. ഇസ്രയേലിൽ നിനക്ക് വേറെ അവകാശമില്ല, ഞാനാണ് നിൻ്റെ അവകാശം എന്ന് പറയത്തില്ലേ? ദൈവമാണ് എൻ്റെ അവകാശമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപ്പ് കൊണ്ട് ഈ വിഷയം. അത് വിശ്വാസപ്രയോഗമാണ്, വിശ്വാസം പ്രയോഗിക്കുകയാണ്. എന്താ സംഭവിച്ചാൽ മാതാവ് ഒരു കളി ഇതിനകത്ത് കളിക്കും. അമ്മ ഭയങ്കര സംഭവമാണ്. അമ്മ എന്നാ ചോദിച്ചു? ഇവളെ മാത്രം ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു ഇന്ത്യൻ ഡോക്ടറിനെ വെക്കും. അതാണ് രസം. ഇവളെ മാത്രം ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു ഇന്ത്യൻ ഡോക്ടറിനെ വെക്കും, ഇവളുടെ പാനലിൽ. നമ്മൾ റിസൾട്ട് വരുമ്പോഴുണ്ട് ഇവൾക്ക് അതിൻ്റെ അഡ്മിഷൻ കിട്ടും. അതായത് അമ്മയ്ക്കറിയാം. അതായത് ദൈവത്തിൻ്റെ ധാരണയെന്ന് പറഞ്ഞത് നമ്മളുടെ ധാരണയല്ല. ഒരു കാര്യം എങ്ങനെയാണ് മൊബിലൈസ് ചെയ്യണമെന്ന് ദൈവത്തിന് നല്ല നിശ്ചയമുണ്ട്. നിനക്ക് വേണ്ടി നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കാത്ത സംഭവങ്ങൾ ദൈവം, അതാണ് നിങ്ങളുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ ഉത്തരം, സമാധാനം നിങ്ങളുടെ ചിന്തകളെ അതിലംഘിക്കുന്ന പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അതായത് ദൈവം ഒരു ഇന്ത്യൻ ഡോക്ടറിനെ വെച്ച് കൊടുക്കും. അതോടുകൂടി എല്ലാം സെറ്റാവും, ഇവിടെ ഓക്കെ ആവും, ഇവിടെ അഡ്മിഷൻ കിട്ടും. ദാറ്റ് മീൻസ് വിശ്വാസം പ്രയോഗിക്കുന്ന രീതികളും ആ വിശ്വാസം പ്രയോഗിക്കേണ്ട സമയത്ത് അതിനൊക്കെ എൻ്റെ മക്കളെ ഉടമ്പടി ഇപ്പോൾ തന്നെ പഴയ ഉടമ്പടി പുസ്തകം 300 പേജാണ്. ഇനി ഇത് റിവൈസ് ചെയ്യണമെങ്കിൽ സെക്കൻഡ് വോളിയം 200 പേജ് വേറെ വരും. കാര്യം അത്ര കണ്ട് പഠിക്കേണ്ട സംഭവമാണിത്. കാര്യം നമ്മൾ ആ പുസ്തകം എഴുതുമ്പോൾ ഇത്രയും വലിയ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരൊന്നും ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് ഉടമ്പടിയിൽ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാർ ഉടമ്പടി പ്രയോഗിച്ചതിൻ്റെ അനുഭവശാസ്ത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതെങ്ങനെയാണ് ഇവർ പ്രയോഗിക്കണമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് എപ്പോഴും ഓർക്കണത്, ഉപ്പ് എറിയുമ്പോൾ ഓർക്കണം, എൻ്റെ കർത്താവാണ് എൻ്റെ അവകാശം, എനിക്ക് ഭൂമിയെ കർത്താവല്ലാതെ വേറെ അവകാശമില്ല. അതാണ് ഉപ്പിൻ്റെ പ്രയോഗം, അതാണ് വിശ്വാസ പ്രയോഗം. കൈയിടിച്ച് കർത്താവിനെ ചൊല്ലി.